ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ കരുതുന്നു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ദുബായ് ഡോൾഫിനേറിയത്തിലോട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബുർജ് ഖലീഫ ഫുൾ എക്സ്പ്ലോർ ചെയ്ത വീഡിയോസായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു എന്നൊക്കെ കരുതുന്നു. നമ്മൾ ഓൾറെഡി ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായ് ഡോൾഫിനേറിയത്തിലേക്കും അതുപോലെ തന്നെ ഒരു ബേർഡ് ഷോയ്ക്കും. ബേർഡ് ഷോ ഇവിടെ തന്നെയാണ്. അപ്പം ഇത് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദുബായ് ചിൽഡ്രൻ സിറ്റിക്കകത്താണ്. അപ്പം നമ്മൾ ചിൽഡ്രൻ സിറ്റിയിൽ ചെന്നിട്ട് അവിടെ മെയിൻ എൻട്രൻസിൽ ഒരു 10 ദിർഹംസ് നമ്മൾ പേ ചെയ്യണം. അവിടെ പേ ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് എൻ്റർ ചെയ്യാം. അവിടെ കുട്ടികൾക്കായിട്ടുള്ള കുറേ പാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഡോൾഫിനേറിയം അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പാർക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മെയിൻ എൻട്രൻസിൽ 10 ദിർഹംസ് പേ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഓരോന്നിലും നമ്മൾ കയറുന്നത്. അതുപോലെ തന്നെ ഈ ദുബായ് ഡോൾഫിനേറിയത്തിൽ ഷോ ടൈംസ് ഉണ്ട്. വൺ ഷോ എന്ന് പറയുന്നത് 1 ഹവറാണ്. അതുപോലെ തന്നെ ഇത് ഡിഫറെൻറ്റ് ടൈംസിലാണ് ഷോ നടക്കുന്നത്. നമ്മളൊരു 11:30 ടൈമിലെ ഷോ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ്സിൻ്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ സീറ്റിങ്ങിൻ്റെ അനുസരിച്ചാണ്. സീറ്റിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചാണ് ടിക്കറ്റ് റേറ്റ് ഇവിടെ ഓരോ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കാണണമെങ്കിൽ കുറച്ച് അധികം റേറ്റ്, അതായത് VIP സീറ്റിനൊക്കെ ഹൈ കോസ്റ്റാണ്. നമ്മൾ ബാക്കിലോട്ടുള്ള സീറ്റാണ് എടുത്തത്. അതിനും അതുപോലെ തന്നെ ബേർഡ് ഷോയ്ക്കും കൂടെ രണ്ടിനും കൂടെ നമുക്കൊരു 110 ദിർഹംസ് എന്തോ ആയിട്ടുള്ളായിരുന്നു. ഓൺലൈനായിട്ടാണ് നമ്മൾ എടുത്തത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂവിൽ നിന്നിട്ട് നമ്മൾ ആ ഒരു ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എൻ്റർ ആയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എവിടെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കാണിച്ചു തരാനായിട്ട് അവിടെ പ്രത്യേക ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഫുഡും സ്നാക്സ് ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു ഫിലിം കാണാൻ പോകുമ്പം എങ്ങനെയാണോ അതുപോലെ തന്നെ ഡ്രിങ്ക്സും സ്നാക്സും എല്ലാം അവിടെ അവൈലബിൾ ആണ്. അവർ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും എന്താ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അവിടെ താഴെ പോയിട്ട് പറയാം എന്താണ് വേണ്ടത്. അപ്പോൾ അവർ കറക്റ്റ് നമ്മുടെ സീറ്റിൽ കൊണ്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഷോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കുറച്ച് റിങ്സ് അവിടെ വെച്ചിട്ടുണ്ട്. ആ റിങ്സിന് ഒരെണ്ണത്തിന് 20 ദിർഹംസ് ആണ്. അപ്പം നമുക്ക് ആർക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് പോയി ആ റിങ്സ് വാങ്ങാവുന്നതാണ്. അത് വാങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഡോൾഫിൻ്റെ ഷോ ഫുൾ കണ്ടതിന് ശേഷം അവർ ഈ റിങ്സ് വാങ്ങിച്ചവരെല്ലാം ഫ്രണ്ടിലേക്ക് വിളിക്കും. ആ ഫ്രണ്ടിലേക്ക് വിളിച്ചതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറ്റ് എ ടൈം ആ റിങ് ഈ വെള്ളത്തിലേക്ക് ഇടാം. അതിന് ശേഷം ഡോൾഫിൻ സെലക്ട് ചെയ്യുന്ന ആരുടെ റിങ് ആണോ ആ റിങ്, ഇപ്പം നമ്മുടെ ആണെങ്കിൽ മീൻസ് അതിൽ നമ്പറുണ്ട്. അപ്പം നമ്മൾ എടുക്കുമ്പം നമ്മുടെ റിങ്ങിൻ്റെ നമ്പർ നമ്മൾ നോട്ട് ചെയ്യണം. അപ്പം നമ്മുടെ റിങ്ങാണ് ഡോൾഫിൻ സെലക്ട് ചെയ്തതെങ്കിൽ നമുക്ക് ഡോൾഫിൻ്റെ കൂടെ നിന്നിട്ട് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാവുന്നതാണ്. അങ്ങനെ ഓൾറെഡി ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സീലിൻ്റെ ഷോ ആയിരുന്നു. അപ്പം ഞാൻ ഇതിന് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നേരിട്ട്. അപ്പോൾ ഇതിനെ കണ്ടപ്പം എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ ഓരോ രീതിയിൽ അത് കാണിക്കുന്നത് കണ്ടപ്പോഴും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അത് ബോൾ വെച്ചിട്ട് കളിക്കുന്നു, അതുപോലെ തന്നെ അത് ഹായ് പറയുന്നു, അതിനെ കൊണ്ട് വോക്ക് ചെയ്യിപ്പിക്കുന്നു. അതെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ ട്രെയിനർ പറയുന്നത് പോലെ തന്നെയാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഷോ അത്രത്തോളം അട്രാക്റ്റീവായിട്ട് തോന്നാനും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഹോസ്റ്റിംഗ് ആണ്. അവർ നല്ല രീതിയിലാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. അവർ ഹോസ്റ്റ് ചെയ്യും മീൻസ് ഇവരിത് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ കുറേ അവരൊരു സ്പീച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ബോറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ടൈം പോകുന്നില്ലെന്നോ അങ്ങനെ ഒരു ഫീലേ ഇല്ല. നല്ല രീതിയിൽ തന്നെ ആയിരുന്നു അവരുടെ ഹോസ്റ്റിങ്. അത് കഴിഞ്ഞിട്ട് അത് ടാറ്റയൊക്കെ പറയുന്നുണ്ട്, ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു മാസ്റ്റർ പറയുന്ന പോലെ തന്നെയാണ് അത് ഓരോന്നും ചെയ്യുന്നത്. അപ്പം കുറേ നേരം നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും നമ്മൾ 1 ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മീൻസ് സീലിൻ്റെ ഷോ ആണെങ്കിലും ഡോൾഫിൻ്റെ ഷോ ആണെങ്കിലും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ 1 ടൈം എന്തായാലും വന്ന് കാണേണ്ടതാണ്. കാരണം അത് ചെയ്യുന്ന ഓരോന്നും അത്രയും നല്ല രീതിയിലാണ് അവർ അതിനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്.
അപ്പം നമുക്കത് കാണുമ്പം അത്രത്തോളം ഇമ്പാക്റ്റ് തരുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഷോ. അതുപോലെ തന്നെ നമ്മൾ ചെന്ന സമയത്ത് അവിടെ കുറേ സ്കൂൾ കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഷാർജയിൽ നിന്നും അങ്ങനെ പല സ്ഥലത്തു നിന്നും അവർ പിക്നിക്ക്, നമ്മൾ നാട്ടിൽ നമ്മൾ ടൂറൊക്കെ പോകത്തില്ലേ പിക്നിക്സ്, നമ്മൾ കൊച്ചു ക്ലാസ്സിൽ, അതുപോലെ തന്നെ ആയിരുന്നു അവിടുത്തെ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നത്. അവർക്കത് 1 ഡേ ട്രിപ്പ് പോലെ ആയിരിക്കും. കാരണം ഇത് ചിൽഡ്രൻസ് സിറ്റി എന്ന് പറയുമ്പം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അവിടെ പാർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഡോൾഫിൻ ഷോ കണ്ടതിന് ശേഷമാണെങ്കിലും അവർക്ക് പാർക്കിലൊക്കെ പോവാം, ടൈം സ്പെൻഡ് ചെയ്യാം. അതുകൊണ്ട് അവിടെ മോസ്റ്റ്ലി അവിടെ ഉണ്ടായിരുന്നത് കുട്ടികളായിരുന്നു. അതുപോലെ തന്നെ വലിയ ആൾക്കാരും ഷോ ഫുള്ളായിരുന്നു. എല്ലാ ആൾക്കാരും വന്നതിന് ശേഷമാണ് ഷോ തുടങ്ങിയത്. മീൻസ് അവരുടെ കറക്റ്റ് ടൈമിൽ തന്നെ അവർ ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു സീറ്റ്സൊക്കെ. അങ്ങനെ നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന ഡോൾഫിൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അവിടെ ഒരു 4 ഡോൾഫിൻസ് ഉണ്ടായിരുന്നു. അവർ ട്രെയിൻ ചെയ്യുന്ന 2 ട്രെയിനേഴ്സും ഉണ്ടായിരുന്നു. അപ്പം അവർ പറയുന്ന രീതിയിലാണ് അത് അവിടെ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഓരോന്നും ചെയ്തതിന് ശേഷം അവർ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ മീൻസ് അവർ വന്ന് ജമ്പ് ചെയ്തതും ബോളിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന മീൻസ് ഓരോരോ ആക്ട് ചെയ്തതിന് ശേഷം വന്നിട്ട് അവർ ഫീഡ് എടുത്തിട്ടാണ് അടുത്ത ആക്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവർ മീൻസ് ആ ട്രെയിനറും ഡോൾഫിനും തമ്മിലുള്ള എന്തെങ്കിലും കോൺവെർസേഷൻസ് ആയിരിക്കും. ചിലപ്പോൾ ഫീഡ് എടുക്കുമ്പോൾ അവർ പെട്ടെന്ന് അടുത്ത ആക്ട് ചെയ്യുമായിരിക്കും, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ടയർഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് പെട്ടെന്ന് മീൻസ് ഓരോ ആക്ട് കഴിയുമ്പോഴും അവരതിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു കറക്റ്റായിട്ട്. അപ്പം ഇവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന അനുസരിച്ചായിരുന്നു അവർ ഓരോ ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് റിങ് വെച്ചിട്ട് കറക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് അവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഓരോന്നും അവർ പറയുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് അത് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനി അങ്ങോട്ട് അതിൻ്റെ പല പല രീതിയിലുള്ള ആക്ട്സും കാണാൻ പറ്റും. എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബോൾ വെച്ചിട്ട് കളിക്കുന്നതും, അതുപോലെ തന്നെ അത് റിങ്ങിനകത്തൂടെ പോകുന്നതും, അതുപോലെ തന്നെ അത് ബോളിനകത്ത് ഹിറ്റ് ചെയ്യുന്നതും, ബോൾ വെച്ചിട്ട് നമ്മുടെ സൈഡിലോട്ട് വേറൊരു ബോൾ കൊടുക്കുമ്പം അത് നമ്മുടെ സൈഡിലോട്ട്, ഓഡിയൻസിൻ്റെ സൈഡിലോട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് കാണാം ഇവർ ഈ ട്രെയിനേഴ്സിനെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിന് നമ്മുടെ ഫ്രണ്ട് ഏരിയയിലേക്ക് വന്നിട്ടും അത് നമുക്ക് ഹായ് പറയുന്നതും അങ്ങനെ പല പല രീതിയിലുള്ള ഓരോന്നും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഷോ കഴിഞ്ഞതിന് ശേഷം നമുക്കും വേണമെങ്കിൽ പോയി അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ നമുക്ക് അതിന് പ്രത്യേകം എന്തോ എമൗണ്ട് നമ്മൾ പേ ചെയ്താലേ നമുക്ക് കൂടെ പോയി നിന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അത് ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ വന്ന് റിങ് അവിടെ നിൽക്കുന്ന ആളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് ആ ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ക്യാപ്പ് വെച്ച പുള്ളിക്കാരനായിരുന്നു. പുള്ളിക്കാരൻ്റെ ഹോസ്റ്റിങ് വളരെ അമേസിങ് ആയിരുന്നു. കാരണം അത്രത്തോളം കേട്ടോണ്ടിരിക്കാനായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. നല്ല രീതിയിലായിരുന്നു പുള്ളി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല മീൻസ് ബോറിംഗ് ആയിട്ടേ തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ജമ്പ് ചെയ്യുന്നതുണ്ടായിരുന്നു. അത് ഓൾറെഡി 4 ഡോൾഫിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 എണ്ണം വെച്ചിട്ടായിരുന്നു ചെയ്തത്. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫാമിലി ആയിട്ട് നിന്ന് എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതിന് പ്രത്യേകം എന്തോ എമൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് ടീഷർട്ട്സൊക്കെ പ്രിൻ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുമായിരുന്നു. അവിടെ ഓൾറെഡി അവർ ടീഷർട്ട്സൊക്കെ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് ഫോൺ മീൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട പേരോ അങ്ങനെ എന്തൊക്കെയോ അവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് വാങ്ങാം. അതൊക്കെ ഓൾറെഡി അവരവിടെ മോഡൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എൻട്രി ചെയ്യുന്ന ഏരിയയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പോയ ദിവസം ഓഫർ ഉണ്ട്, 50 dirhams കൊടുത്താൽ മതി. മീൻസ് പ്രിൻറ്റിങ്ങിൻ്റെ റേറ്റ് കൊടുത്താൽ മതി, ടീഷർട്ടിൻ്റെ എമൗണ്ട് അന്നില്ലാന്നോ അങ്ങനെ അവരവിടെ പറയുന്നുണ്ടായിരുന്നു. അത് മോസ്റ്റ്ലി സ്കൂൾ കുട്ടികളാണ് അവിടെ എല്ലാം നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. റിങ് വാങ്ങാനായാലും അല്ലാതുള്ള എല്ലാ കാര്യത്തിലും. ഷോ കഴിഞ്ഞ ശേഷം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എല്ലാവരും പോയി ടീഷർട്ട് വാങ്ങാൻ നിൽക്കുന്നതും. അങ്ങനെ പല പല രീതിയിൽ കുട്ടികളായിരുന്നു കുറച്ചുകൂടെ ഇൻവോൾവായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. കുട്ടികൾ തന്നെയാണ് വന്നതിന് ശേഷം റിങ്സ് മോസ്റ്റായിട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾ തന്നെയായിരുന്നു. കാരണം നമ്മളാണെങ്കിലും
ചെറുപ്പത്തിൽ ഇതുപോലെ പിക്നിക്കും ടൂറും ഒക്കെ പോകുമ്പം നമ്മൾ ഫസ്റ്റായിട്ട് ഇതൊക്കെ കാണുന്നതുകൊണ്ട് അത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കും. അതുപോലെ തന്നെയായിരുന്നു അവിടുത്തെ കുട്ടികളും. അവർ വന്നു, അവർ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഓരോന്ന് റെസ്പോൺസ് ചെയ്യാൻ പറയുമ്പോഴും അവർ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ അടുത്തൊക്കെ ഹാൻഡ്സ് അപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും ബോൾ അത് നമ്മുടെ അടുത്തേക്ക് കിക്ക് ചെയ്തിടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അടുത്തേക്ക് കിക്ക് ചെയ്തിടുമ്പം നമ്മളെല്ലാവരും കൈ ഇങ്ങനെ നിവർത്തി വെക്കാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യേണ്ട, ബോൾ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പം നമുക്ക് തിരിച്ച് കൈ ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ അടുത്ത് വന്നിട്ട് തിരിച്ചത് പോവും എന്നുള്ള രീതിയിലായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. അതൊരു 2-3 വട്ടം അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു, 2 സൈഡിലായിട്ടും. ബോൾ കിക്ക് ചെയ്ത് വന്നതിന് ശേഷം നമ്മുടെ അടുത്തവർ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്തതിന് ശേഷം 5 വരെ കൗണ്ട് ഡൗൺ ചെയ്തതിന് ശേഷം ഡോൾഫിൻസ് കുറച്ച് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്തോ ഒരു സൗണ്ട് നമുക്കവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു.
ഇനി അവിടെ ഡോൾഫിനെ കൊണ്ട് പെയിൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സെഷനായിരുന്നു. അവർ ഒരു പേപ്പർ, വൈറ്റ് പേപ്പർ അവിടെ അവർ ഹോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ കയ്യിൽ ഓൾറെഡി പെയിൻ്റ് ആക്കിയിട്ടുള്ള ബ്രഷ് കൊടുക്കും. അപ്പോൾ അത് ജസ്റ്റ് എന്തോ അതിൽ വെച്ച് വരയ്ക്കും. അതാണ് പെയിൻറ്റിങ്സ്. അപ്പോൾ അവരുടെ ഓരോ സെഷൻസിലും അവരിങ്ങനെ പെയിൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഇതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം എന്നുള്ള രീതിക്ക് അവരവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര ദിറംസ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഡോൾഫിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ ആ എൻട്രി ചെയ്യുന്ന റിസപ്ഷൻ ഏരിയസിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഷോ കഴിയുമ്പോഴത്തേക്കും ഡോൾഫിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാമെന്നാണ് അവർ പറയുന്നത്. ഒരു ഫോട്ടോയിൽ 5 പേഴ്സൺസിനാണ് അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ സെപ്പറേറ്റ് ക്യാഷ് പേ ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആ പുള്ളിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നമുക്ക് ഫ്രീ ആയിട്ടാണെന്നാണ് പുള്ളി പറയുന്നത്. അതിനുശേഷം എന്താണ് ഞാൻ പറഞ്ഞില്ല, അവരുടെ ട്രെയിനേഴ്സിനെ വെച്ചിട്ട് ആ ഡോൾഫിൻ്റെ മുകളിൽ നിന്നിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഷോ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് റിങ് എല്ലാം ത്രോ ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി അവരെല്ലാവരും ത്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡോൾഫിന് റിങ് എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡോൾഫിന് 2 റിങ് എടുത്തിട്ട്, അപ്പോൾ ടോട്ടലി 3 റിങ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ആരുടെ റിങ് എടുത്തതെന്നൊക്കെ അവരവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോ കഴിയുമ്പോൾ അവർക്ക് അവിടെ പോയി നിന്ന് അവരോട് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു റിങ് എടുത്തിട്ടുണ്ടായിരുന്നു, ഏതൊരു സ്കൂളിൽ കുട്ടിയുടെ ആയിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഫാമിലീസ് ആരും അവിടെ പോയി കുട്ടിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് അപ്രോച്ച് ചെയ്യരുതെന്ന് ഓൾറെഡി അവരവിടെ ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.